ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഇന്റർനാഷണൽ ഇൻവെസ്റ്റ്മെന്റ്സിലുള്ള മോഡ്സ് ഓഫ് FDI എൻട്രിയാണ്. എന്തെല്ലാം തരത്തിൽ ഒരു രാജ്യത്തേക്ക് FDI വഴി കയറാനായിട്ട് പറ്റും എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. പ്രധാനമായിട്ടും രണ്ട് ഡിസിഷൻ്റെ ഒരു കോമ്പിനേഷനാണ്. എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യണം, എങ്ങനെ ഓൺ ചെയ്യണം, ഈ രണ്ട് ഡിസിഷൻ്റെ കോമ്പിനേഷനാണ് ശരിക്കും FDIയുടെ മോഡ്സിൽ വരിക. അപ്പോൾ പുതിയ വെഞ്ചർ ഒരെണ്ണം ക്രിയേറ്റ് ചെയ്യണോ, അതോ എക്സിസ്റ്റിംഗ് ഫേമുമായിട്ട് തന്നെ മെർജർ ആൻഡ് അക്വിസിഷന് പോകണോ? ദെൻ ഇനി അതല്ല, ഓണർഷിപ്പ് മോഡാണെന്നുണ്ടെങ്കിൽ ഒരു ജോയിന്റ് വെഞ്ചർ അങ്ങനെ പോകണോ, അതോ സ്വന്തമായിട്ട് ഒരു സബ്സിഡറി ക്രിയേറ്റ് ചെയ്ത് ഫ്രം സ്ക്രാച്ച് അങ്ങനെ തുടങ്ങണം? അതെല്ലാം ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ദെൻ അപ്പോൾ 4 തരത്തിലാണ് മോഡ് വരിക. ഒന്ന് ഹോളി ഓൺഡ് സബ്സിഡറീസ്, ബോസ് എന്ന് പറയും. ദെൻ ജോയിന്റ് വെഞ്ചർ, JV എന്ന് പറയും. പിന്നെ പുതിയ വെഞ്ചർ ആവാം, മെർജർ ആൻഡ് അക്വിസിഷൻ ആവാം. ഇങ്ങനെ 4 തരത്തിലായിരിക്കാം അത് വരിക. ഹോളി ഓൺഡ് സബ്സിഡറി, അതായത് 100% ഓണർഷിപ്പും പാരന്റ് കമ്പനിയുടെ കാര്യമായിരിക്കും. ഫോറിൻ ഇൻവെസ്റ്റർ ആയിരിക്കും 100% ഷെയർസ് ഓൺ ചെയ്യുന്നത്. അത് ചിലപ്പോൾ ഗ്രീൻഫീൽഡ് ആവാം, അല്ലെങ്കിൽ ബ്രൗൺ ഫീൽഡ് ആവാം, നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതുപോലെ. ഇനി അത് ഹോളി ഓൺഡ് സബ്സിഡറി 2 തരത്തിൽ വേണേൽ സെറ്റപ്പ് ചെയ്യാം. ഒന്നുകിൽ ഇന്ത്യൻ ആക്ട് പ്രകാരം സെറ്റപ്പ് ചെയ്യുന്ന ഒരു പുതിയ കമ്പനിയായിട്ട് അതിനെ ഇൻകോർപ്പറേറ്റ് ചെയ്യാം. അതല്ലെങ്കിൽ പാരന്റ് കമ്പനിയുടെ സബ്സിഡറി ആയിട്ട്, മിക്കവാറും അതൊരു ഫോറിൻ കമ്പനി ആയിട്ടായിരിക്കും അത് രജിസ്റ്റർ ചെയ്യാം. ഇന്ത്യൻ ആക്ട് പ്രകാരം തന്നെ ഫോറിൻ കമ്പനിയായിട്ട് രജിസ്റ്റർ ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. ദെൻ ജോയിന്റ് വെഞ്ചർ ആണെന്നുണ്ടെങ്കിൽ എന്താണ് ജോയിന്റ് വെഞ്ചർ? പ്രധാനമായിട്ടും ആൾക്കാർ പ്രിഫർ ചെയ്യുന്നത് ജോയിന്റ് വെഞ്ചർ ആണ്. ജോയിന്റ് വെഞ്ചർ എന്ന് പറയുന്നത് ഇറ്റ്സ് എ കോൺട്രാക്ച്വൽ ബിസിനസ് അണ്ടർടേക്കിംഗ് ബിറ്റ്വീൻ 2 or more parties വേർ പാർട്ട്ണറിംഗ് എൻറ്റിറ്റീസ് ഷെയർ ഓണർഷിപ്പ്, അവർ ഇക്വിറ്റിയാണ് ഷെയർ ചെയ്യുക. പലപ്പോഴും സെപ്പറേറ്റ് ഫേമുകൾ ഉണ്ടാവാറുണ്ട്. ചിലപ്പോൾ അത് കോൺട്രാക്ച്വൽ ആയിട്ടുള്ളൊരു അഗ്രിമെന്റിലേക്ക് മാത്രം നിൽക്കാറുണ്ട്. അപ്പോൾ 2 ടൈപ്പ് ഉള്ളത് പറഞ്ഞാൽ ഇക്വിറ്റി ജോയിന്റ് വെഞ്ചർ ആണ്. സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ഫോം ചെയ്യുന്നുണ്ട്, ഓൺ ചെയ്യുന്നുണ്ട്, അത് ജോയിന്റ്ലി ആയിട്ട് മാനേജ് ചെയ്യപ്പെടുന്നുണ്ട്. അങ്ങനെ ഇൻകോർപ്പറേറ്റഡ് ആയിട്ടുള്ള ജോയിന്റ് വെഞ്ചേഴ്സ് ആണ് ഒരു കാറ്റഗറി. രണ്ടാമത്തെ കാറ്റഗറി അൺഇൻകോർപ്പറേറ്റഡ് ആയിട്ടുള്ള ജോയിന്റ് വെഞ്ചേഴ്സ് ആണ്. അപ്പോൾ അവർ തമ്മിലുള്ള ഒരു എഗ്രിമെന്റിന്റെ മുകളിലാണ് അവർ വർക്ക് ചെയ്യുന്നത്. പുതിയ എൻറ്റിറ്റി ഒന്നും ക്രിയേറ്റ് ചെയ്യപ്പെടുന്നില്ല, പക്ഷെ കോൺട്രാക്ട് ഡീലിങ്സ് മാത്രമേ ഉള്ളൂ. ഇതിന് ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട്. അതിന് മേജർ ആയിട്ടുള്ള എക്സാമ്പിൾ ആണ് ടൊയോട്ട കിർലോസ്കർ മോട്ടോഴ്സ്. 1997 നിങ്ങൾക്ക് ജനിക്കുന്നതൊക്കെ ഒത്തിരി മുമ്പാണെന്ന് ഞാൻ വിചാരിക്കുന്നു. 1997 തുടങ്ങിയ ഒരു ജോയിന്റ് വെഞ്ചർ ആണത്. ടൊയോട്ട ജാപ്പനീസ് കമ്പനിയാണ്, വേറെസ് കിർലോസ്കർ ഇന്ത്യൻ കമ്പനിയാണ്. ആസ് ഓഫ് നൗ ടൊയോട്ടയ്ക്ക് 89%ഉം കിർലോസ്കറിന് 11%ഉം ഓണർഷിപ്പ് ഉള്ള ഒരു ജോയിന്റ് വെഞ്ചർ ആണ് ടൊയോട്ട കിർലോസ്കർ മോട്ടോർ. ഇവിടെ കാറുകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ആ ജോയിന്റ് വെഞ്ചർ തുടങ്ങിയത്. കാറുകൾ മാത്രമല്ല, അവര് കിർലോസ്കർ പമ്പ് അറിയാവുന്ന വാട്ടർ പമ്പുകൾ, അത് ടൊയോട്ടയുടെ സപ്പോർട്ടും കൂടി അവർക്ക് ആ ടെക്നോളജിയിൽ കിട്ടുന്നു. രണ്ടാമത്തെ ഒരു ജോയിന്റ് വെഞ്ചർ ആണ് സ്റ്റാർബക്സ്. ടാറ്റയുടെയും സ്റ്റാർബക്സിന്റെ ഒരു ജോയിന്റ് വെഞ്ചർ ആണ്. 50-50% ആണ് അവരുടെ. 2012 വന്ന ഒരു കമ്പനിയാണ്. അതുപോലെ ഓൾ വേൾഡിലുള്ള പല പല ജോയിന്റ് വെഞ്ചറുകളുടെ എക്സാമ്പിളുകളാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് ഫോം ചെയ്തേക്കുന്നത് നിങ്ങൾക്ക് അതിൽ നോക്കിയാൽ കാണാനായിട്ട് പറ്റും. ദെൻ എയർ ഏഷ്യ ഇതുപോലെ തന്നെ ഒരു ജോയിന്റ് വെഞ്ചർ ആണ്. എയർ ഏഷ്യ ബർഹാദും അതുപോലെ ടാറ്റ സൺസും പലപ്പോഴും പേപ്പറുകളിൽ കാണുന്ന ഒരു പേരാണ് എയർ ഏഷ്യ. നല്ല ന്യൂസുകളും മോശം ന്യൂസുകളും പലപ്പോഴും കാണാറുണ്ട്. ഇറ്റ് ഈസ് ഓൾസോ ദി സെക്കൻഡ് ജോയിന്റ് വെഞ്ചർ ഇൻ ദി എയർലൈൻ ഇൻഡസ്ട്രി ഓഫ് ടാറ്റ സൺസ്. അപ്പോൾ ആദ്യത്തെ ജോയിന്റ് വെഞ്ചർ എന്താണ് എന്നുള്ളത് നിങ്ങൾ അന്വേഷിക്കുക. നമ്മുടെ നാട്ടിലുള്ള മെജോറിറ്റി ഇൻഷുറൻസ് കമ്പനികൾ ജോയിന്റ് വെഞ്ചറുകളാണ്. നിങ്ങൾ അതിന്റെ പേര് നോക്കിയാൽ മനസ്സിലാവും. ബജാജ് അലിയൻസ്, ചോള MS, ICICI ലൊംബാർഡ്, HDFC എർഗോ, റോയൽസ്, ടാറ്റ AIG, ഇങ്ങനെ ഒരുപാട് ഇൻഷുറൻസുകൾ ജോയിന്റ് വെഞ്ചറിലാണ് വർക്ക് ചെയ്യുന്നത്. ഏതൊക്കെയാണെന്നുള്ളത് അതിന്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് സമയം പോലെ നോക്കാം. ദെൻ പിന്നെ ഉള്ളത് FDI, അത് മെർജർ ആൻഡ് അക്വിസിഷൻ എന്ന് പറയുന്ന ഒരു ഫോർമാറ്റിലാണ്.
മെർജർ ആൻഡ് അക്വിസിഷൻ പലപ്പോഴും ട്രാൻസ്ഫർ ഓഫ് എക്സിസ്റ്റിംഗ് അസറ്റ്സ് ഫ്രം ലോക്കൽ ഫേംസ് ടു ഫോറിൻ കമ്പനി, അത് പലപ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഒരു എക്സിസ്റ്റിംഗ് ഫേമിനെ ഔട്ട്റൈറ്റ് പർച്ചേസ് അവർ മേടിക്കുകയാണ് ചെയ്യുന്നത്. ആസച്ച് അങ്ങ് മേടിക്കുകയാണ്, ഇപ്പോൾ 100% മേടിക്കുകയാണ്. ഏറ്റവും എളുപ്പമുള്ളൊരു വഴിയാണ് ഒരു പുതിയൊരു സ്ഥലത്തേക്ക് കടക്കാനായിട്ട്. അവർക്ക് കുറച്ചും കൂടി ഫ്രീഡം കിട്ടും. എന്നുവെച്ചാൽ ദേ ക്യാൻ ഡിസൈൻ, ഫോറിൻ കമ്പനി ക്യാൻ ഡിസൈൻ വാട്ട് ഈസ് ടു ഹാപ്പൻ ഇൻ ദാറ്റ് സ്പെസിഫിക് കമ്പനി. അത് പലപ്പോഴും ഇന്ത്യൻ കമ്പനികൾ പുറത്തു പോയിട്ടും അങ്ങനെ 100% മെർജർ ആൻഡ് അക്വിസിഷൻ നടത്താറുണ്ട്. അതുപോലെ സ്റ്റീൽ കമ്പനികൾ, ഇപ്പോൾ മിത്തൽ എന്ന് പറയുന്നത് സ്റ്റീൽ രംഗത്തെ രാജാവാണ്, ഇന്ത്യൻ കമ്പനിയാണ്. ലക്ഷ്മി മിത്തൽ എന്ന് പറയുന്ന ആള് ആഴ്സണൽ എന്ന് പറയുന്ന ഒരു കമ്പനി അവരങ്ങ് അക്വയർ ചെയ്തെടുക്കുകയാണ് ചെയ്തത്. അതുവഴി അവരുടെ ലോകത്തിലെ നമ്പർ 1 സ്റ്റീൽ മാനുഫാക്ചറേഴ്സ് ആയിട്ട് മാറുകയാണ് ചെയ്തത്. അപ്പോൾ അത് കോസ്റ്റ് എഫിഷ്യൻസിയിലേക്ക് പോകും അങ്ങനെ അക്വിസിഷൻ നടക്കുകയാണെന്നുണ്ടെങ്കിൽ. പലപ്പോഴും ഈ ഒരു മെത്തഡോളജി ഉപയോഗിക്കാറുണ്ട് FDIക്ക് വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് എന്താണ് FDI എൻട്രി, ഏതെല്ലാം തരത്തിൽ FDI എൻട്രിയിലേക്ക് വരാനായിട്ട് പറ്റും, പല മെത്തഡോളജികൾ നമ്മൾ പറഞ്ഞു, ജോയിന്റ് വെഞ്ചറുകൾ, ഹോളിവുഡ് സബ്സിഡിയറികൾ, അപ്പോൾ അതിൻ്റെ ടൈപ്സ്, അതിൻ്റെ എക്സാമ്പിൾസ്, ഇതെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തു. മെർജർ ആൻഡ് അക്വിസിഷനും വേറൊരു മോഡായിട്ട് നമുക്ക് ഇതിനെ കൺസിഡർ ചെയ്യാം. ഓക്കെ, താങ്ക് യു.